ഞാൻ വണ്ടി സർവീസാക്കി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നവർ കാണുക, ഇല്ലാത്തവർക്ക് കാണണമെന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സർവീസ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയാം. KTM ഡൂക്ക് 250യുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടുത്തെ ഓയിൽ ലീക്ക്. വണ്ടി 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഇത് മാറുന്നത്. ഫസ്റ്റ് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ അത് കൊണ്ടുപോയി ഷോറൂമിൽ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവരൊന്ന് ടൈറ്റ് ചെയ്ത് വിട്ട്. എന്നിട്ട് ഇതേപോലെ ഞാൻ കുറേ ഓടിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് തുടർന്നു. അപ്പോൾ ഒരു 1000 കിലോമീറ്ററിൻ്റെ സർവീസിന് ചെന്നപ്പോഴത്തേക്ക് അവരതിൻ്റെ റിങ്ങൊക്കെ മാറ്റി ആ ഓറിങ് പോലെ റബ്ബർ സെറ്റ് ചെയ്ത് വിട്ട് അത് ഓടി. ഇപ്പോൾ 2000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഓയിൽ ലീക്ക് വന്നിട്ട് ഞാൻ നേരെ ഈ ക്യാപ്പ് അങ്ങ് മാറി. ആ ഓയിൽ ഫിൽറ്ററിൻ്റെ ആ ക്യാപ്പ് അത് 100 ചില്ലാനായി. അത് അവർ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പക്ഷെ അവരത് പൈസ മേടിച്ച്. ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഇവർ KTM ബജാജ് ഉണ്ടാക്കി വെച്ചതിൻ്റെ കുഴപ്പം നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നടത്തില്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് സെറ്റാക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ വേറെ നമ്മുടെ ഒരു സുഹൃത്തിന് അത് ഫ്രണ്ടിൽ ആ ഭാഗത്തായിട്ടാണ് ഓയിൽ ലീക്ക്, അതായത് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ പുള്ളി എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു. ഞാൻ എന്തായാലും ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പം നമ്മൾ വണ്ടി മാറിയപ്പോഴത്തുള്ള ഇതായിരുന്നു കേട്ടോ. ഇവിടെ ആയിട്ട് ഓയിൽ ലീക്ക്, ഈ ഫ്രണ്ടിലായിട്ടും. അത് അങ്ങനെ ഇതാണ് അതിൻ്റെ ബില്ല് കാര്യങ്ങൾ കണ്ട. ഇപ്പം ചെറിയ മഴ പെയ്യാനെ കൊണ്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത്. പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. പറയും വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ല. നമ്മളൊരു 5000 RPM ഒക്കെ ഇങ്ങനെ ചെറിയ പോയാൽ മതി. 4000-5000 RPM തന്നെ ആ ഒരു 60-70 ആ സ്പീഡിനുള്ളിൽ തന്നെ ഇങ്ങനെ നല്ല റോഡിൽ കൂടെ പോകാമെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര എന്താ പറയുക, ബട്ടർ സ്മൂത്ത്. ഒരു എന്തോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നല്ല രസമാണ്. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള മുതലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബജാജും പിന്നെ KTM കൂടെ ഇങ്ങനെ ആക്കി എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെ ഉണ്ടാക്കാതെ ഇൻ്റർനാഷണൽ വേരിയൻ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഇവർ ഈ ബജാജിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങനെ അവിടെ കുറേ പ്രശ്നങ്ങൾ, ഇവിടെ കുറേ പ്രശ്നങ്ങൾ, അവന്മാരാകെ കയറ്റി ഈ ഒരു സംഭവത്തോടാണെന്ന് തോന്നുന്നു ഇത് ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനെ വണ്ടിയുടെ ആ ഒരു ഇത് പോയത്. അപ്പോൾ ഇവർ മാനുഫാക്ചർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റേ ഇത് ഓയിൽ ഈ സംഭവങ്ങളൊക്കെ മാനുഫാക്ചറിങ് എഫക്റ്റ് വന്നു കഴിഞ്ഞാലും എങ്ങനെയും തട്ടിക്കൂട്ടി ഏതെങ്കിലും അതിൻ്റെ മണ്ടയ്ക്കടിച്ച് അങ്ങ് കൊടുക്കുവാന്ന് മനസ്സിലായ. അപ്പോൾ നിങ്ങൾ ഇത് ഒന്നാമത്തെ കാര്യം, നമ്മൾ KTMൻ്റെ ഷോറൂമിൽ അല്ലെങ്കിൽ മറ്റു വണ്ടികളാണെങ്കിലും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചെടുക്കാനെ കൊണ്ട് പാടാം. ഞാനവിടെ ഷോറൂമിൽ വണ്ടി വന്നപ്പോൾ ഞാൻ പോയി കണ്ടതാണ്. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുക. ഇത് ഓൾറെഡി 1 കിലോമീറ്റർ എങ്ങാണ്ട് അവർ വണ്ടി ജസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുകയുള്ളൂ. അപ്പം ഇവർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അത് നമുക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തോ ഇപ്പം അങ്ങനെ ഷോറൂമിൽ ചെന്നിട്ട് ഞാനിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അല്ലയോ വണ്ടി കുറച്ച് ഓടി അതിൻ്റെ ഇതൊക്കെ ആയി. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാൻ വണ്ടി എടുത്തിട്ട് ഓവർ സ്പീഡ് കയറ്റി അല്ലെങ്കിൽ RPM കട്ടൗട്ടാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഓയിൽ ലീക്ക് പൊട്ടിയതോ ഇതൊക്കെ ആയിരിക്കുമെന്ന്. ഞാൻ എത്ര ഒരു 50-60 കിലോമീറ്ററിന് താഴെ ചെറിയ RPM ഇപ്പം തന്നെ വണ്ടി RPM ഒന്നും മൊത്തവും പൊട്ടിക്കാതാണ് നമ്മൾ ഓടിക്കുന്നത്. കുറച്ച് ഷോർട്ട് ഗിയർ പോലെ സെറ്റാക്കി ആണ് ഓടിക്കുന്നത്. മറ്റേത് എൻ്റെ 180-ക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ട് അതിനകത്ത് എന്തോരം സ്പീഡ് കയറാവോ അത് ആകുമ്പോഴാണ് അടുത്ത സെക്കൻഡ് ഇടുന്നത്. അങ്ങനെയൊക്കെയാണ് വണ്ടി നമ്മൾ ഓടിക്കുന്നത്. പക്ഷേ ഇത് ചടപട ടൈമിങ്ങിനനുസരിച്ച് ഗിയർ മാറുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടേ ഇതാക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഫുള്ള് ത്രോട്ടിൽ RPM കയറ്റിയിട്ട് ഗിയറൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല നമുക്ക് നല്ല റോഡ് കാര്യങ്ങളില്ല. അതുമാത്രമല്ല പിന്നെ വണ്ടി ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് ഡ്രൈവിങ് അറിയണമെന്നില്ല. പിന്നെ ബ്രേക്കിങ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, പക്കാ ബ്രേക്കിങ്ങാണ്. പക്ഷേ വണ്ടി ഇപ്പം കഴുകാൻ അവർ സർവീസിന് ഞാൻ ഇപ്പോൾ കൊണ്ട് കൊടുത്തല്ലേ. അപ്പോഴത്തേക്ക് ഈ ഷോറൂമിൽ വണ്ടി കഴിയുമ്പോഴത്തേക്ക് എത്ര 300 ചില്ലാനോ അങ്ങനെ എന്തോ ചെയിൻ ലൂബ് കാര്യങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ചെറിയൊരു സർവീസ് അത് ഓക്കെ. പക്ഷേ അവർ ആ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയും, അവർ വാഷ് ചെയ്യുന്ന സമയത്ത് വേറെന്തോ സാധനങ്ങൾ അടിക്കുന്നതുകൊണ്ടാണ് എന്തോന്ന് അറിയത്തില്ല, കുറച്ച് ആ ഒരു ടൈമിങ്ങിലേക്ക് ബ്രേക്ക് കാര്യങ്ങൾ കിട്ടത്തില്ല കേട്ടോ. വണ്ടിയുടെ വ്യൂ ഇതാണ്.
കാലാവസ്ഥ മോശമായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും മഴയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മളിത് സ്കൂട്ടായിട്ട് അടുത്ത ദിവസം ഫുള്ളായിട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. വണ്ടി കഴുകുന്നു മഴ പെയ്യുന്നു, വണ്ടി കഴുകുന്നു മഴ പെയ്യുന്നു. ഒന്നാമത് നമ്മുടെ അവിടുത്തെ റോഡിലോട്ട് മൊത്തം ചള്ളയാണ്. ഇത് സാധനങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചള്ള. എനിക്ക് വണ്ടി കഴുകാനേ നേരമുള്ളൂ. വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചെറിയൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ട് വണ്ടി വരുമ്പോൾ കഴുകി കയറ്റി വെക്കുന്നത്. അതേപോലെ അടുത്ത വട്ടം വരുമ്പോൾ കഴുകി കയറ്റി വെക്കുന്നത്. ഇപ്പം ഷോറൂമിൽ നിന്ന് കഴുകി ഇത് മഴ ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ച് ആകെ മൂടങ്ങ് പോയി. പിന്നെ മഴ കാരണം ഇനി എന്നാൽ വീട്ടിലോട്ട് പോകാം. ഓക്കെ.